ഇന്നത്തെ മെമ്മറി എന്നാന്ന് കാണിച്ചു തന്നെ. എനിക്ക് എല്ലാ മെമ്മറിയാണ്. ഒരെണ്ണം കാണിച്ചു തരാം. ഒരെണ്ണം കാണിക്കോ? ഒരെണ്ണം കാണിക്കൂ. ശരി. ഇത് കണ്ടോ? ഈ പടം കണ്ടോ? ഇത് 25 വർഷം മുമ്പുള്ള മനോരമ പത്രമാണ്. മോന്റെ പടം ആദ്യമായിട്ട് ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നത് 25 വർഷം മുന്നാണ്. അന്ന് മുതൽ +2 വരെയുള്ള കണ്ടിന്യൂസ് പത്രങ്ങൾ അമ്മയുടെ കയ്യിലുണ്ട്. ഈ പത്രത്തെ പറ്റി അല്ലെങ്കിൽ ഈ പടത്തെ പറ്റി മോൻ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഇല്ല, ഒരു ഓർമ്മയില്ല. കാരണം ഇത് ആദ്യമായിട്ട് മോൻ ബാലതിലകമായിട്ട്, കലോത്സവത്തിൽ ബാലതിലകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇതാണ്. അന്ന് മക്കള് മത്സരിച്ചത് 5 ഐറ്റമാണ് മത്സരിച്ചത്. അത് ഏതൊക്കെയാന്ന് ഓർക്കണ്ടോ? ഭരതനാട്യം, നാടോടി നൃത്തം, ഒന്നും ഓർക്കണ്ടേ? ഭരതനാട്യം, നാടോടി നൃത്തം, മോണോആക്ട്, മാപ്പിളപ്പാട്ട്, മാപ്പിളപ്പാട്ട്, കഥാകഥനം. ഈ 5 ഐറ്റത്തിലാണ് പങ്കെടുത്തത്. അപ്പൊ മോനെ കൊണ്ട് മത്സരത്തിന് പോകുമ്പോ ഇങ്ങനെ മക്കൾക്ക് സമ്മാനം കിട്ടുന്നോ, അങ്ങനെ അമ്മ എങ്ങനെ മത്സരിച്ചിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കഥയായിരുന്നു ഐതിഹ്യമാലയിലെ വരരുചി എന്ന കഥയായിരുന്നു. യെസ്, അതായിരുന്നു പറഞ്ഞത്. അപ്പൊ എല്ലാ റിസൾട്ടൊക്കെ കേട്ടിട്ടുണ്ട്. സന്തോഷമായിട്ട് പോരാൻ നേരത്ത് ഒരു ടീച്ചർ, അനറ്റ് എന്ന ടീച്ചറിന്റെ പേര് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ടീച്ചർ ഓടി വന്ന് പറഞ്ഞു, പൂജയുടെ അമ്മയെ പോകരുത്. മോന്റെ ഫ്രണ്ടിന്റെ അമ്മയായിരുന്നു, ടീച്ചറായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ കലോത്സവത്തെ പറ്റി അറിയാവുന്നുണ്ട്. പൂജയായിരിക്കും ചിലപ്പോ കലാതിലകം നിന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കങ്ങനെ വിചാരിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. മോനൊന്നൊരു വിഷയമായിരുന്നില്ല. മോനെ ഐസ്ക്രീം ഒക്കെ തന്നു. ഈശ്വര, ഈ വയ്യാവേലി തീർന്നല്ലോ എന്നുള്ളതായിരുന്നു മക്കളുടെ ഒരു ഭാവം. അപ്പൊ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അനൗൺസ് ചെയ്തു, ബാലതിലകം പൂജ നരാജു എന്ന്. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, അത് മക്കളുടെ സൃഷ്ടിയിലേക്കുള്ള ഒരു എന്താ പറഞ്ഞ ഈശ്വരൻ. ഇപ്പൊ എനിക്കാണ് സങ്കടം വരിക. എനിക്കാണ് ഇതൊക്കെ മെമ്മറി. മോനെ ഒന്നൊരു മെമ്മറിയേ അല്ല, അങ്ങോട്ടുള്ള ഒരു ചുവടായിരുന്നു. മോനെ അങ്ങോട്ട് എന്തോ ഒരു ശക്തി നയിച്ചതായിരുന്നു എന്ന് തന്നെയായിരുന്നു തോന്നുക. ആ വർഷം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായി. അമ്മയുടെ സ്കൂളിൽ ഒരു കുട്ടിയെ മോൻ പഠിച്ച ഭരതനാട്യം ഒഴികെ നാടോടി നൃത്തവും ഈ കാര്യങ്ങളെല്ലാം മക്കൾ പഠിപ്പിച്ചു. അത് ഓർക്കുണ്ടാവുമല്ലോ. എനിക്ക് പഠിപ്പിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, അവള് ഡാൻസ് ഒന്നും പഠിച്ചിട്ടുള്ള കുട്ടിയല്ല, അവളെ ഇവിടെ വന്നിട്ട് ഈ ഐറ്റം പഠിപ്പിച്ച. ആ കുട്ടി അന്ന് കോലഞ്ചേരി സബ് ജില്ല കലാതിലകമായിരുന്നു. അത് ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു അമ്മയ്ക്ക്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഇത്തവണ ഞാൻ ഇത് ഓർക്കാൻ, ഇപ്പൊ തന്നെ ഈ പേപ്പറും കാര്യങ്ങളും ഇത് ഓർക്കാൻ തന്നെ കാരണം, ഇന്നലെ വന്ന കുട്ടികളെ നമ്മുടെ വിദ്യാരംഭം കഴിഞ്ഞു വന്ന കുട്ടികൾ ഓരോരുത്തരെയും കണ്ടപ്പോൾ, ചില കുട്ടികളുടെ ഒരു മിടുക്ക് കണ്ടപ്പോൾ ഞാൻ പഴയ ആ ഒരു കാലത്തിലേക്ക് പോയി. ഇതിനു മുമ്പേ ഞാൻ ഈ പേപ്പറുകളെല്ലാം എല്ലാ വർഷവും അടുക്കി വെക്കുന്നതാണ്. തവണ കൊക്കോയും എല്ലാം കൂടെ ആയപ്പോഴത്തേനും കുറച്ച് വൈകിപ്പോയി.